വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ ചേർക്കാത്ത ഒരു കടലക്കറിയാണ്. ഒരു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നത്. ഈ കടലക്കറിയിൽ തേങ്ങയ്ക്ക് പകരം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിയും തക്കാളിയുമാണ്. 1 കപ്പ് കടലയും ഒരു വലിയ ഉള്ളിയും 2 തക്കാളിയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കടല ഞാൻ 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരുന്നു. ഉള്ളിയും തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കാം. കടല ഞാൻ സാധാരണ പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും വഴറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ. അരവിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് കുറച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സാമ്പാർ പൊടിക്ക് പകരം ഗരം മസാല ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അരക്കുന്നതിന് വേണ്ടി ഞാൻ കടല വേവിച്ച വെള്ളം തന്നെയാണ് എടുത്തത്. കുറച്ചധികം വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കടല വേവിച്ച വെള്ളം എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ വെള്ളം ചേർത്ത് അരക്കാവുന്നതാണ്. കടല വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കടലയിലേക്ക് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അരവ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടലയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കടലക്കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. ഇനി കടലക്കറിയുടെ വറവിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവ് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങ ചേർക്കാത്ത കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പുട്ടിന്റെ ഒപ്പമോ ഇടിയപ്പത്തിന്റെ ഒപ്പമോ അതോ ദോശയോ ഇഡലിയോ അല്ല ഒപ്പമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.